എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ കൊളീഷൻ ഗവൺമെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് റീജിയണൽ ഗവൺമെന്റിനെ കുറിച്ചാണ്. റീജിയണൽ പാർട്ടികൾ, കൊളീഷൻ പാർട്ടികൾ തുടങ്ങിയവ എന്താണെന്നാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താണ് കൊളീഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? കൊളീഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി യൂണിയനാണ്, ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കൂട്ടമാണ് അത് വെച്ചാൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മന്ത്രിസഭ, ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലിക കൂട്ടായ്മ രൂപീകരിക്കുന്നതിനെയാണ് നമുക്ക് കൊളീഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് കൊളീഷൻ പൊളിറ്റിക്സ് രൂപീകരിക്കുന്നത്. കൊളീഷൻ എന്ന വേർഡ് വരുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള കൊളീഷ്യോ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് കൊളീഷൻ എന്നുള്ള വാക്ക് വരുന്നത്. അതിന്റെ മീനിങ് ടു ഡെവലപ്പ് ടുഗദർ, ഒരുമിച്ച് വളരുക, ടു ഡെവലപ്പ് ടുഗദർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൊളീഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആൻ അലയൻസ് ഓർ ടെമ്പററി യൂണിയൻ ഓഫ് പൊളിറ്റിക്കൽ ഫോഴ്സസ് ടു ഫോം എ സിംഗിൾ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആവുന്നതിനെയാണ് കൊളീഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ജനാധിപത്യ മൾട്ടി പാർട്ടി സിസ്റ്റം ആയിട്ടും കണക്കാക്കാം. ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ഒരുമിച്ച് ചേരുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ്, ഡെമോക്രാറ്റിക് മൾട്ടി പാർട്ടി സിസ്റ്റം ആയിട്ടും കൊളീഷൻ പൊളിറ്റിക്സിനെ കണക്കാക്കാം. ഇനി എന്താണ് കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഫീച്ചേഴ്സ്? കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി കൺവേർജൻസ് ആണ്. ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു കൂട്ടമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയാം, ഇറ്റ് ഈസ് ഡൈനമിക് പ്രോസസ്സ്. ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല, ഡൈനമിക് ആണ്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. അടുത്തൊരു പോയിന്റ്, കോംപ്രമൈസ് ഇസ് ദ കോർണർ സ്റ്റോൺ ഓഫ് കൊളീഷൻ പൊളിറ്റിക്സ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് പോകുക, ഒത്തുതീർപ്പോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ്, പ്രാഗ്മാറ്റിസം റാദർ ദാൻ ഐഡിയോളജി. പ്രായോഗികത ആശയങ്ങളെക്കാളും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക ഐഡിയോളജിയിലേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രായോഗികമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് നോക്കുന്നത്. പ്രായോഗികത എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. അടുത്തൊരു പോയിന്റ്, ടു ഗെയിൻ കൺട്രോൾ, അധികാരം അല്ലെങ്കിൽ എല്ലാവരും കൺട്രോൾ ചെയ്യാനുള്ള, നിയന്ത്രിക്കാനുള്ള പവർ നേടുക എന്നതാണ് ഈ കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചറാണ് ഒരു ഷെയർഡ് ഗോൾസ് ത്രൂ അജണ്ടാസ് ആൻഡ് ടാക്ടിക്സ്. ഈ വിവിധങ്ങളായിട്ടുള്ള പാർട്ടീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ടാക്ടിക്സ്, തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെക്കും. വിവിധ ഐഡിയോളജീസ് ഉള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള തന്ത്രങ്ങളും സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നതാണ് കൊളീഷൻ പാർട്ടിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? താൽക്കാലികമാണെന്ന് പറഞ്ഞു, ഒരു ഡൈനമിക് ആണ്, മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാൻ സാധ്യതകളാണ്, കോംപ്രമൈസ് ചെയ്യുക, ഒത്തുതീർപ്പിലൂടെ മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാന അജണ്ട എന്ന് പറഞ്ഞു. ഒരു സിംഗിൾ ഐഡിയോളജിനേക്കാൾ കൂടുതൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡിയോളജിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന രീതിയാണ് അവരിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കൊളീഷൻ പൊളിറ്റിക്സിന്റെ. ദെൻ കൊളീഷൻ പൊളിറ്റിക്സിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ, കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വേരിയസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദി ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിൽ എന്തുണ്ട്? വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ഗ്രൂപ്പുകൾ വരുന്നു. ഒരു സിംഗിൾ ഏകാധിപത്യ ഗ്രൂപ്പ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് വിവിധ അഭിപ്രായങ്ങളുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുന്നു. വേരിയസ് ഇൻട്രസ്റ്റ് ഇൻ ദി ഫങ്ഷനിങ് ഓഫ് എ സിംഗിൾ ഗവൺമെന്റ്. ദെൻ അടുത്തൊരു മെറിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പ്സിന്, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നു. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ ഗവൺമെന്റിലേക്ക് എത്താൻ സാധിക്കുന്നു. അവർക്കൊക്കെയും സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കലാണ് ഈ കൊളീഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ടു അഡ്രസ് ദി പ്രോബ്ലംസ് ഓഫ് ഡൈവേഴ്സ് ഗ്രൂപ്പ്, വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളുടെ പ്രോബ്ലംസ് പറയാനുള്ളൊരു വേദിയാണ്. ദെൻ അടുത്തൊരു മെറിറ്റ് എന്ന് പറയുന്നത് റിഫ്ലെക്ട്സ് ദി വിൽ ഓഫ് ദി ഇലക്ട്രേറ്റ് ആൻഡ് പോപ്പുലർ ഒപ്പീനിയൻ. ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊളീഷൻ പൊളിറ്റിക്സ് മുന്നോട്ട് പോവുകയുള്ളൂ. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സമവായമായിട്ടുള്ള അടിസ്ഥാനം, ഒരു രാഷ്ട്രീയമാണത് വളർത്തുന്നത്. സമവായം ഒത്തുതീർപ്പിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയാം. ഫോസ്റ്റേഴ്സ് പൊളിറ്റിക്സ് ബേസ്ഡ് ഓൺ കൺസെൻസസ്.
ചില സമവായങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് മുന്നോട്ട് കൊണ്ടുപോവുക, രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അടുത്തൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രെങ്തൻസ് ദി ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ പദവി, ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു തത്വത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ കൂടുതൽ ശക്തി ആർജിക്കുന്നുണ്ട് ഇതിലൂടെ. ദെൻ മറ്റൊരു പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട് റീജിയണൽ ആസ്പിറേഷൻസ്. പ്രാദേശികമായിട്ടുള്ള പാർട്ടികളെ ആയിക്കോട്ടെ, പ്രാദേശികമായിട്ടുള്ള കൾച്ചറിനെ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കൊളീഷൻ പൊളിറ്റിക്സ്. മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നു. ഡെസ്പോട്ടിക് കൺട്രോൾ, ഒരു പാർട്ടി മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വേച്ഛാധിപത്യം ഉണ്ട്, അതിനെ ഇല്ലാതാക്കുന്നു. സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നു. ദെൻ അടുത്ത ഡൊമിനേഷൻ ഓഫ് എ സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാതാക്കുന്നു. ഒരു ഒറ്റ പാർട്ടിയുടെ ഒരു ഡൊമിനൻസ്, അവരാണ് എല്ലാം എന്നുള്ള നേതൃത്വം, ഒരു ഏകാധിപത്യം, അത് ഇല്ലാതാക്കുന്നു എന്നതും ഇതിന്റെ ഒരു മെറിറ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് കൊളീഷൻ പൊളിറ്റിക്സിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ, വിവിധങ്ങളായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. വിവിധ വംശങ്ങളിൽ ജീവിക്കുന്നവർക്ക്, വിവിധങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ളൊരു വേദിയാകുന്നു. ദെൻ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയായിരിക്കും അത്. ഫെഡറൽ ക്യാരക്ടർ, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ പദവിനെ ഉയർത്തുന്നു. റീജിയണൽ, പ്രാദേശികമായിട്ടുള്ള പൊളിറ്റിക്സിനെ അത് ഉയർത്തുന്നു. സ്വേച്ഛാധിപത്യം ഇല്ലാതാക്കുന്നു. ഒറ്റ ഡൊമിനൻസ്, ഒരു സിംഗിൾ പാർട്ടി ഡൊമിനൻസ്, ഒരു ഏകാധിപത്യവും ഇല്ലാതാക്കുന്നു. ഇത്രയും ഇതിന്റെ മെറിറ്റ്സ് ആണ്. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, സ്ഥിരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പോൾ ഒരു പാർട്ടി ഒരു നേതൃത്വത്തിന്റെ കൂടെ തന്നെ കാലങ്ങളോളം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, എപ്പോൾ വേണമെങ്കിലും കൂറുമാറാവുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ദെൻ ഈ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഒരുമിച്ച് ചേർക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡിഫറെന്റ് ഒപ്പീനിയൻസിന് എപ്പോൾ വേണമെങ്കിലും കൊളാപ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ തല്ലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ കൊളാപ്സിനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി ഈ കൊളീഷൻ പാർട്ടീസ് നിലനിൽക്കുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് ഇത്തരത്തിലുള്ള പാർട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ടേ മതിയാവും. പലപ്പോഴും അത് ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവരുടെ ഒരു ഇതിന് വഴങ്ങി കൊടുക്കുക എന്ന് പറയും. ഈ കൊളീഷൻ പാർട്ടീസിന്റെ ഒരു അമിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും പ്രൈം മിനിസ്റ്റർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അതാണ് പറഞ്ഞ് അടുത്തൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി ആവാണ് ഈ കൊളീഷൻ പാർട്ടീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി ആയിട്ട് പലപ്പോഴും ഈ കൊളീഷൻ പാർട്ടീസ് മാറുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചില റീജിയണൽ ലീഡർഷിപ്പ്, പ്രാദേശികമായിട്ടുള്ള നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ലീഡേഴ്സ്, നേതാക്കന്മാർ, ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് പലപ്പോഴും കൂടി വരികയും ആ കൂടി വരുന്നത് കാരണം ഗവൺമെന്റിനെ ശരിയായ രീതിയിൽ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവുന്നുണ്ട് ഈ കൊളീഷൻ പാർട്ടീസ് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ ഒരുപാട് മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ ഒരുപാട് വഴങ്ങിക്കൊടുക്കലുകൾ, തെറ്റായിട്ടും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഇതിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് കണക്കാക്കാം. ദെൻ കൊളീഷൻ പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നോക്കാം. ഫോംസ് ഓഫ് കൊളീഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. 3 ഫോമിലാണ് ഇന്ത്യയിൽ കൊളീഷൻ പൊളിറ്റിക്സ് ഉള്ളത്. പാർലമെന്ററി കൊളീഷൻ, ഇലക്ട്രൽ കൊളീഷൻ ആൻഡ് ഗവൺമെന്റൽ കൊളീഷൻ. 3 ടൈപ്പുള്ള കൊളീഷൻ ഗവൺമെന്റ് ഏതൊക്കെയാണ്? പാർലമെന്ററി, ഇലക്ട്രൽ ആൻഡ് ഗവൺമെന്റൽ കൊളീഷൻ. എന്താണ് പാർലമെന്ററി കൊളീഷൻ എന്ന് പറഞ്ഞാൽ? പാർലമെന്ററി കൊളീഷൻ എന്ന് പറഞ്ഞാൽ നോ സിംഗിൾ പാർട്ടി എൻജോയ്സ് എൻ ഓവറോൾ മെജോറിറ്റി ഇൻ ദ പാർലമെന്റ്. അതായത് ഒരു പാർലമെന്റ് സംവിധാനത്തിൽ ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റാതെ വരുന്നതിനെയാണ് കൊളീഷൻ, പാർലമെന്ററി കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാർലമെന്റ് രൂപീകരിക്കുക. ഒരു സിംഗിൾ പാർട്ടിക്ക് ഫുൾ മെജോറിറ്റി ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിന് നമുക്ക് പാർലമെന്ററി കൊളീഷൻ എന്ന് പറയാം. അങ്ങനെയാണ് പാർലമെന്ററി കൊളീഷൻ ഗവൺമെന്റുകൾ വരുന്നത്. ദെൻ ഇലക്ട്രൽ കൊളീഷൻ. ഇലക്ട്രൽ കൊളീഷൻ എന്താ വെച്ചാൽ നമ്മുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ തമ്മിൽ എഗ്രിമെന്റുകൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇലക്ട്രൽ കൊളീഷൻ എന്ന് പറയുന്നത്. ഇലക്ഷന്റെ മുന്നേ തന്നെ വോട്ട് ചോർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറുകളാണ്, ഒന്നിൽ കൂടുതൽ പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറുകളെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രൽ കൊളീഷൻ എന്ന്. 2 or more പൊളിറ്റിക്കൽ പാർട്ടീസ് എൻറ്ററിങ് ഇൻ ടു ആൻ എഗ്രിമെന്റ് ടു അവോയ്ഡ് വോട്ട് സ്പ്ലിറ്റിംഗ് ഇൻ കോൺസ്റ്റിറ്റ്യുവൻസീസ്. മണ്ഡലങ്ങളിൽ വോട്ട് വിഭജനം ഇല്ലാതിരിക്കാൻ വേണ്ടി. അതിന്റെ ഉദാഹരണമാണ് UPA, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, NDA തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു കൂട്ടമായിട്ടാണ് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒറ്റയ്ക്കല്ല അവരാരും ഇലക്ഷനെ നേരിടുന്നത്. UPA എന്ന് പറയുന്നതിൽ തന്നെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, അതിന്റെ കീഴിൽ വേറെയും
പല പാർട്ടികളും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടായി നിന്നുകൊണ്ട് ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷനെ നേരിടുക, ഇലക്ട്രൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ അടുത്തൊന്നാണ് ഗവൺമെന്റ് കൊളീഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റൽ കൊളീഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഗവൺമെന്റൽ കൊളീഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നാഷണൽ ഗവൺമെന്റും ഉണ്ട്, പവർ ഷെയറിംഗ് കൊളീഷനും ഉണ്ട്. നാഷണൽ ഗവൺമെന്റ് ആൻഡ് പവർ ഷെയറിംഗ് കൊളീഷൻ ഗവൺമെന്റ്. എന്താണ് നാഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ? നാഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നേരിടുന്നതിനെയാണ് നാഷണൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ജോയിൻ ടുഗദർ ടു അഡ്രസ് എ നാഷണൽ എമർജൻസി. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമൂഹ്യപരമായിട്ടൊരു ക്രൈസിസ് ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ മേജർ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിനെ നാഷണൽ ഗവൺമെന്റ് എന്ന് പറയും. ഇനി ഗവൺമെന്റൽ പൊളിറ്റിക്സിലെ അടുത്തൊന്നേതാണ് പവർ ഷെയറിംഗ് കൊളീഷൻ ഗവൺമെന്റ് എന്ന്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിനെയാണ് പവർ ഷെയറിംഗ് കൊളീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോംസ് ഓഫ് കൊളീഷൻ പാർട്ടീസ് എത്ര? 3 എണ്ണം. പാർലമെന്ററി കൊളീഷൻ, ഇലക്ട്രൽ കൊളീഷൻ ആൻഡ് ഗവൺമെന്റൽ കൊളീഷൻ. ഗവൺമെന്റൽ കൊളീഷൻ തന്നെ പിന്നെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഫോംസ് ഓഫ് കൊളീഷൻ പൊളിറ്റിക്സ്, ഇന്ത്യയിലെ കൊളീഷൻ പൊളിറ്റിക്സിന്റെ വിവിധങ്ങളായിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കൊളീഷൻ പൊളിറ്റിക്സ് ഒക്കെ കൂടുതൽ സാധ്യതയ്ക്ക് വരുന്നത് 1980s കൂടിയിട്ടാണ്. അതുവരെ അത്രയ്ക്ക് കാര്യമായിട്ട് കൊളീഷൻ ഗവൺമെന്റ് ഉണ്ട്, അതൊരു സിംഗിൾ പാർട്ടി ഡൊമിനൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1977 എമർജൻസി അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ കൊളീഷൻ ഗവൺമെന്റ് ഒക്കെ കൂടുതൽ ശക്തിയായിട്ട് വരുന്നത്. ജനതാ പാർട്ടി എന്ന് പറയുന്ന രൂപത്തിലാണ് ആദ്യമായിട്ടൊരു കൊളീഷൻ ഗവൺമെന്റ് ആദ്യമായിട്ട് വെച്ചാൽ ഒരു ഇഫക്റ്റീവായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത്. പിന്നെ 1989 to 2004 വരെ ഈ കൊളീഷൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുപാട് പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തോളം അങ്ങനെ ഭരിച്ചതാണ് UPAയും NDA ഒക്കെ. UPA 2004 മുതൽക്ക് 2014 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചു. UPA അത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അസോസിയേഷൻ, അത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നതാണ്. NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് BJPയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ UPA 2004 മുതൽക്ക് 2014 വരെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. 2014 മുതൽക്ക് ഇപ്പോഴും ഓൺഗോയിങ് BJP ആണ് ഭരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൊളീഷൻ പൊളിറ്റിക്സിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. വിവിധ കാലഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള കൊളീഷൻ പൊളിറ്റിക്സ് ആണ്. മറ്റ് 1989 മുതൽക്ക് 2004 വരെ ഉണ്ടായ മറ്റു കൊളീഷൻ പൊളിറ്റിക്സ് ആണ് നാഷണൽ ഫ്രണ്ട്, യുണൈറ്റഡ് ഫ്രണ്ട് തുടങ്ങിയവയൊക്കെ. ഇപ്പൊ ഇത്രയാണ് കൊളീഷൻ പൊളിറ്റിക്സിലെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? റീജിയണൽ ആസ്പിറേഷൻസ് ആണ്. പ്രാദേശികമായിട്ട് വരുന്ന ഓരോ ഘടകങ്ങളെ കുറിച്ചാണ്. പ്രാദേശികം എന്ന് പറയുമ്പോൾ എന്താണ്? റീജിയണൽ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും ചില പ്രത്യേക മതങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക കാസ്റ്റിന്, ഭാഷയ്ക്ക്, കൾച്ചറിന്, പാരമ്പര്യം, ട്രഡീഷൻസിന്, ഇതിനൊക്കെയും ഈ റീജിയണൽ ആസ്പിറേഷൻസിൽ പ്രാധാന്യം ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കൾച്ചർ ആയിരിക്കാം, ട്രഡീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക മൈനോറിറ്റീസ് ആയിരിക്കാം, ഇവരുടെ ഒക്കെയും ഒരു ഇൻവോൾവ്മെന്റ് ഈ റീജിയണൽ പൊളിറ്റിക്സ് വരുമ്പോൾ കാണാൻ സാധിക്കും. അപ്പൊ ചില പ്രത്യേക ഗ്രൂപ്പ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ റീജിയണൽ ആസ്പിറേഷൻസ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ റീജിയണൽ ആസ്പിറേഷൻസിൽ ഇന്ത്യയിൽ പറയുമ്പോൾ അതിൽ വൈഡ് റേഞ്ച് ഓഫ് ഡിമാൻഡ്സ് ഫ്രം സ്റ്റേറ്റ്ഹുഡ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ടു ഓട്ടോണോമി ആൻഡ് സെപ്പറേഷൻ. അതായത് റീജിയണൽ ആസ്പിറേഷൻസിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മുതൽക്ക് ഒരു പ്രത്യേക പദവി കിട്ടണമെന്നോ, അല്ലെങ്കിൽ ഒരു ഓട്ടോണമി, ഒരു സർവാധികാരം കിട്ടണമെന്നോ എന്നുള്ള ഡിമാൻഡ്സ് വരെ കാണാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഈ റീജിയണൽ ആസ്പിറേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്ത്യൻ പൊളിറ്റിക്സിൽ റീജിയണലിസത്തെ കുറിച്ച് പറയുമ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് തന്നെ പല കാലഘട്ടത്തിലും പല രീതിയിലായിട്ട് ഇന്ത്യയിൽ ഈ റീജിയണൽ പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. അകാലിദളിന്റെ പ്രവർത്തനം, പഞ്ചാബിലൊക്കെ ആയിട്ട് അകാലിദളിന്റെ പ്രവർത്തനമൊക്കെ ഇതിനൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ റീജിയണലിസം എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് കൂടുതൽ ശക്തിയായിട്ട് വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ റീജിയണലിസം എന്ന് പറയുന്ന ഫാക്ടർ കൂടുതൽ ശക്തി ആർജിക്കുന്നത്. നമുക്കറിയാം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 ശേഷം 1956 ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരുപാട് പ്രഷറിന്റെ ഭാഗമായിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. നമുക്ക് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്ന ഏറ്റവും ആദ്യം ഒരു ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്ര. പോറ്റി ശ്രീരാമലു നിരാഹാരം കിടന്ന് അദ്ദേഹം മരിക്കുന്നു.
പ്രത്യേക ആന്ധ്ര സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലും റീജിയണൽ പൊളിറ്റിക്സിന് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രാധാന്യമുണ്ട്. ഈ റീജിയണൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം സ്റ്റേറ്റ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീജിയണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. ഇനി റീജിയണൽ പൊളിറ്റിക്സിന്റെ വിവിധങ്ങളായിട്ടുള്ള ഫോംസ് ഏതൊക്കെ ഫോംസ് ആണെന്ന് നോക്കാം. ഒന്ന്, ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് ഓട്ടോണമി. സ്റ്റേറ്റ് ഓട്ടോണമി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് കൂടുതൽ ഓട്ടോണമി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവാധിപത്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡുമായിട്ട് വരുന്നത്. അതിന് ഉദാഹരണം ഖലിസ്ഥാൻ മൂവ്മെന്റ്, പഞ്ചാബിലെ ഖലിസ്ഥാൻ മൂവ്മെന്റ്, കാശ്മീരിലെ തന്നെ പ്ലെബിസൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട് കാശ്മീരിന് പ്രത്യേക പദവിക്ക് വേണ്ടിയിട്ട്, മിസോ നാഷണൽ ഫ്രണ്ട്, നാഗാലാൻഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസ്. ഈ ഈസ്റ്റേൺ ഭാഗത്ത്, നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള മിസോ നാഷണൽ ഫ്രണ്ട്, നാഗാലാൻഡ് സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ഒക്കെ, അതൊക്കെ നാഗാലാൻഡിന്റെ സ്പെഷ്യൽ പദവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രത്യേക പദവിക്ക് വേണ്ടിയിട്ട് ആ സ്റ്റേറ്റിന്റെ ഉള്ളിൽ സ്റ്റേറ്റിന് പ്രത്യേക പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന് പ്രത്യേക അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് ഓട്ടോണമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റിന് ഒരു സർവാധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം. അടുത്തൊരു ഫോം എന്ന് പറയുന്നത് സൂപ്രാ സ്റ്റേറ്റ് റീജിയണലിസം ആണ്. സൂപ്രാ സ്റ്റേറ്റ് റീജിയണലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വേറെ സ്റ്റേറ്റുകൾക്ക് എതിരായിട്ട് വരുന്ന ഒരു സംഭവം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, എല്ലാ കാലത്തും ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു തർക്കമാണ് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ. നമുക്ക് അതിൽ തന്നെ ഭാഷയുടെ എടുക്കാം. നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി എന്ന് പറയുന്നൊരു ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും സൗത്ത് ഇന്ത്യയിൽ അത് എതിർക്കുന്നുണ്ട്. കാരണം സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഒരു പ്രധാനപ്പെട്ട ഭാഷ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കുന്നു, നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കുന്നു, അങ്ങനെ ഒരു. അതേപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ് തുടങ്ങിയ ഈസ്റ്റേൺ ഭാഗത്ത് വരുന്ന ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്ത് വരുന്ന സ്റ്റേറ്റുകൾ അവരൊരുമിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നോർത്തിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് അതിന് കൾച്ചറൽ ഡിഫറൻസസ് കാരണമുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം കോൺഫ്ലിക്റ്റുകളെയാണ്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകൾക്ക് എതിരായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിനെയാണ്, കോൺഫ്ലിക്റ്റുകളെയാണ് സൂപ്രാ സ്റ്റേറ്റ് റീജിയണലിസം എന്ന് പറയുന്നതാണ്. സൂപ്രാ സ്റ്റേറ്റ് റീജിയണലിസം. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ജോയിൻ ഫോഴ്സസ് ടു അഡ്രസ് മ്യൂച്വൽ ഇഷ്യൂസ് ഓഫ് ഇൻട്രസ്റ്റ്. അവർ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥിതി. ദെൻ അടുത്തൊരു റീജിയണലിസമാണ് ഇന്റർ സ്റ്റേറ്റ് റീജിയണലിസം. ഇന്റർ സ്റ്റേറ്റ് റീജിയണലിസം. ഇന്റർ സ്റ്റേറ്റ് റീജിയണലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങളെയാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കങ്ങൾ എന്തിനൊക്കെ ഉണ്ടാവാം? ഇപ്പോൾ വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അതിർത്തി തർക്കം, ഡിസ്പ്യൂട്ട്സ് ഓൺ ബൗണ്ടറീസ് ഉണ്ടായിരിക്കാം, സംസ്ഥാനങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇന്റർ സ്റ്റേറ്റ് റീജിയണലിസത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുണ്ട കോൺഫ്ലിക്ട്സ് അലോങ് സ്റ്റേറ്റ് ബൗണ്ടറീസ്. ഇപ്പൊ നമുക്ക് മുല്ലപ്പെരിയാർ ഇഷ്യൂ എടുക്കാം അല്ലെ. ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂ കുറച്ചു കാലം മുമ്പ് ഭയങ്കര തീവ്രമായിട്ട് നിലനിന്നിരുന്നു. അപ്പോൾ തമിഴ്നാട്, കേരള എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ മുല്ലപ്പെരിയാർ ഇഷ്യൂവിന്റെ മേൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർണാടക, മഹാരാഷ്ട്ര തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ഓരോ ഘട്ടത്തിൽ ഇന്റർ സ്റ്റേറ്റ് റീജിയണലിസം ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ് ഇൻട്രാ സ്റ്റേറ്റ് റീജിയണലിസം ഓർ സബ് റീജിയണലിസം. ഇൻട്രാ സ്റ്റേറ്റ് റീജിയണലിസം ഓർ സബ് റീജിയണലിസം. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന കോൺഫ്ലിക്റ്റുകളെയാണ് ഇൻട്രാ സ്റ്റേറ്റ് റീജിയണലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയാണ് പറയുന്നത്. ഇപ്പോൾ അനുദാഹരണമാണ് മഹാരാഷ്ട്രയിലെ വിദർഭ, ഗുജറാത്തിലെ സൗരാഷ്ട്ര. അപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ചില പ്രത്യേക കൾച്ചറുകൾ ഉണ്ടായിരിക്കും, ചില പ്രത്യേക സാംസ്കാരിക കൂട്ടായ്മകൾ, സാംസ്കാരിക പ്രത്യേകതകളുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവര് ആ ഒരു സ്ഥലം ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കൊരു പ്രത്യേക പദവി വേണമെന്നോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള അംഗീകാരങ്ങൾ വേണമെന്നോ അങ്ങനെയൊക്കെ വന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയാം. ദ കോൺഫ്ലിക്ട് വിത്തിൻ എ സ്റ്റേറ്റ്, ഒരു അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തുന്നത് തന്നെയാണ് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം റീജിയണൽ പൊളിറ്റിക്സിലെ വിവിധങ്ങളായിട്ടുള്ള ഫോംസ് എന്തൊക്കെയാണ്? റീജിയണൽ പൊളിറ്റിക്സിന്റെ വിവിധങ്ങളായിട്ടുള്ള ഫോംസ്: ഒന്ന്, ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് ഓട്ടോണമി, പിന്നെ സൂപ്രാ സ്റ്റേറ്റ് റീജിയണലിസം, ദെൻ ഇന്റർ സ്റ്റേറ്റ് റീജിയണലിസം, ദെൻ ഇൻട്രാ സ്റ്റേറ്റ് റീജിയണലിസം. അത്രയും കാര്യങ്ങളാണ് ഉള്ളത്.
ഇനി റീജിയണലിസവും റീജിയണൽ പാർട്ടീസും അതിന്റെ കുറെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് റീജിയണൽ പാർട്ടീസ്, റീജിയന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റീജിയണൽ ഫോക്കസ്. ആ പാർട്ടികൾ കൂടുതലും ആ ടെറിട്ടറിനെ അല്ലെങ്കിൽ ആ റീജിയനെ ബേസ് ചെയ്തിട്ട് നിലനിൽക്കുന്നതായിരിക്കും. ആ റീജിയനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പൊ റീജിയണൽ ഫോഴ്സസ്. ദെൻ അടുത്തൊരു ഫീച്ചറാണ് എഗ്രിഗേഷൻ ഓഫ് റീജിയണൽ ഇൻട്രസ്റ്റ്. ഒരു പ്രത്യേക റീജിയന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ഒരു റീജിയന്റെ താല്പര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗം. ദെൻ അടുത്തൊരു ഫീച്ചറാണ് പ്രൈമോർഡിയൽ ഡിമാൻഡ്സ്. പ്രൈമോർഡിയൽ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാല് ഇത് കൂടുതലും ഭാഷ, കാസ്റ്റ്, റിലീജിയൻ തുടങ്ങിയവയൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് പ്രവർത്തിക്കുക. അത് ചില കാസ്റ്റുകളുടെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിന്റെ ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെ പ്രയോറിറ്റി നൽകിക്കൊണ്ട് റീജിയണൽ പാർട്ടീസ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ പ്രൈമോർഡിയൽ ഡിമാൻഡ്സ് എന്ന് പറയാം. അതും റീജിയണൽ പാർട്ടീസിന്റെ ഒരു ഫീച്ചറാണ്. ദെൻ അടുത്തൊരു ഫീച്ചറാണ് എംഫസിസ് ഓൺ ലോക്കൽ ഇഷ്യൂസ്. ഇവർ കൂടുതലും ലോക്കൽ, ആ ഒരു റീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ റീജിയണൽ ഇഷ്യൂസ് ആയിരിക്കും ഉയർത്തിക്കൊണ്ട് വരിക. അതാണ് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ളവരുടെ വോട്ട് ശേഖരിക്കാൻ പെട്ടെന്ന് സാധിക്കും. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എന്താണ്, ആ റീജിയനിലുള്ളവര് കൂട്ടുനിന്ന പൊളിറ്റിക്കൽ പാർട്ടിയോട് കൂറുള്ളവരായി മാറും. അത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്രവർത്തനമാണ് പറയുന്നത്. ദെൻ ഡിസയർ ഫോർ റീജിയണൽ ഓട്ടോണമി. ഒരു പ്രത്യേക പ്രദേശത്തിന്റെ അവകാശങ്ങൾ അതിൽ തന്നെ അവർക്ക് ഓട്ടോണമി ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആധിപത്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതും റീജിയണൽ പൊളിറ്റിക്സിന്റെ ഭാഗം. ഇപ്പൊ തെലുങ്കാന സ്റ്റേറ്റ് ഫോർമേഷൻ ഒക്കെ ആന്ധ്രയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമുണ്ട്. ഒരു റീജിയണൽ പൊളിറ്റിക്സ് ആയിട്ട് നിന്നുകൊണ്ട് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് തെലുങ്കാന സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് അതൊക്കെ. അപ്പൊ ഇത്രയാണ് റീജിയണൽ പാർട്ടീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, റീജിയണൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു. അടുത്തതൊന്ന്, റീജിയണൽ ഇൻഡസ്ട്രികളാണ് കൂടുതലായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും. ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുറഞ്ഞിട്ടുള്ള പ്രയോറിറ്റി ഉള്ള ഡിമാൻഡ്സ് ആയിരിക്കും. ദെൻ ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ഇഷ്യൂസ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു. പലപ്പോഴും അവർ റീജിയണൽ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇത് റീജിയണലിസത്തിന്റെ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ് റീജിയണൽ പാർട്ടീസിന്റെ ഉദയം, അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ഇൻ ദ റൈസ് ഓഫ് റീജിയണൽ പാർട്ടീസ്. റീജിയണൽ പാർട്ടീസ് ഉയർന്നു വരാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത് കൾച്ചറൽ ആൻഡ് എത്നിക് പ്ലൂറലിസം. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരുപാട് കൾച്ചറുകൾ, ഒരുപാട് സംസ്കാരങ്ങൾ, സാംസ്കാരിക നഗരങ്ങളെല്ലാം സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം കൂട്ടായ്മയുടെയാണ്. അതുപോലത്തെ ഒരുപാട് എത്നിസിറ്റീസ്, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്നവർ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കൾച്ചറുകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് റീജിയണൽ പാർട്ടീസ് അല്ലെങ്കിൽ റീജിയണൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുകയാണ്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആൻഡ് റീജിയണൽ ഇംബാലൻസസ്. പലപ്പോഴും സാമ്പത്തികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിതരണത്തിൽ വരുന്ന പാർഷ്യാലിറ്റികളും അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത സ്ഥിതിയുമാണ് ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടീസിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി. അടുത്തൊരു ഫാക്ടറാണ് ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി. ചരിത്രപരമായിട്ട് തന്നെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ചില പ്രത്യേക റീജിയൻസിന് പ്രാതിനിധ്യം ലഭിക്കുകയും അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വരും. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് റീജിയണൽ പാർട്ടീസ് രൂപീകരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. ദെൻ അടുത്തൊന്ന് അൺഫുൾഫിൽഡ് റീജിയണൽ ആസ്പിറേഷൻസ്. എന്താണ് അൺഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ? പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ സാധിക്കാതെ വരിക. അതായത് ഓരോ പ്രദേശങ്ങളുടെയും ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും സഫലീകരിക്കാൻ നാഷണൽ പാർട്ടീസിന് അല്ലെങ്കിൽ സെൻട്രൽ ഭരിക്കുന്ന പാർട്ടീസിന് സാധിക്കാതെ വരുമ്പോഴാണ് ഈ റീജിയണൽ പാർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ അടുത്തൊന്ന് ലാംഗ്വേജ് ബേസ്ഡ് സ്റ്റേറ്റ് റെക്കഗ്നീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം എന്നുള്ള കാര്യം. ദെൻ അടുത്തൊരു ഫാക്ടർ എന്താണ്? കരിസ്മാറ്റിക് റീജിയണൽ ലീഡേഴ്സ്. കഴിവുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ലീഡേഴ്സ്, നേതാക്കന്മാരുടെ ഉയർച്ച ഇത്തരത്തിലുള്ള റീജിയണൽ പാർട്ടീസിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സായി മാറും. ദെൻ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ഷണലിസം വിത്ത് നാഷണൽ പാർട്ടീസ്. ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ തന്നെ ഒരുപാട് സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ അത് പലപ്പോഴും പ്രാദേശിക പാർട്ടികളായിട്ട് വരുന്നതാണ്. അങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോൾ അത് പ്രാദേശികമായിട്ട് വരുന്നതാണ്. ദെൻ അടുത്തത് സെൻട്രലൈസിങ് ടെൻഡൻസീസ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി. പലപ്പോഴും ആദ്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. ആ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ സെന്ററിനെ മാത്രം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെ
പ്രാദേശികമായിട്ട് കുറെ കാര്യങ്ങൾ ആവശ്യങ്ങളെ പ്രാദേശികതയെ പിന്തള്ളുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വരാനുള്ള കാരണമായത്. മറ്റൊന്ന് ആബ്സെൻസ് ഓഫ് സ്ട്രോങ് ഒപ്പോസിഷൻ അറ്റ് ദി നാഷണൽ ലെവൽ. കേന്ദ്രത്തിനെ എതിർക്കാൻ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ഉണ്ടാവില്ല, ഒരു പ്രതിപക്ഷം ഇല്ലാതെ വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ ഉള്ളിലൊക്കെ ഇതുപോലെ റീജിയണൽ പാർട്ടീസ് ഡെവലപ്പ് ചെയ്തു വരും ഈ നാഷനെ പല പോളിസീസും എതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ, ശരിയായിട്ടുള്ളൊരു പ്രതിപക്ഷം കേന്ദ്രത്തിൽ ഇല്ലാതിരിക്കുന്നതും റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉയർന്നു വരാനൊരു കാരണമാകുന്നു. അടുത്ത ഒന്നാണ് ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ജാതി, മതം തുടങ്ങിയവയൊക്കെ ഒരു റീജിയണൽ പാർട്ടീസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജാതി അടിസ്ഥാനത്തിലൊക്കെ വോട്ട് ചോദിക്കുന്ന ഒരു സംവിധാനമൊക്കെ പല സംസ്ഥാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്, ജാതി, മതം എന്നിവയൊക്കെ ഇത്തരത്തിലൊരു റീജിയണൽ പാർട്ടീസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? കൾച്ചറൽ ആൻഡ് എത്നിക് പ്ലൂറലിസം, എക്കണോമിക് ഡിസ്പാരിറ്റീസ്, ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി, unfulfilled regional aspirations, language-based state recognition, then charismatic regional leaders, factionalism within national parties, centralizing tendencies of the Congress party, absence of strong opposition at national level, then at last influence of caste and religion. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും ഇൻഫ്ലുവൻസ് തൊട്ട് ഒരു ഏക പാർട്ടി സംവിധാനത്തിൽ ഉണ്ടായിരുന്ന വീഴ്ച, ദെൻ നാഷണൽ പാർട്ടീസ് റീജിയണൽ ആയിട്ട് എല്ലാതും സഫലീകരിക്കാതെ പോകുമ്പോൾ ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് തുല്യത വരാതാകുമ്പോൾ ഇതൊക്കെയും എന്തിന് കാരണമാകുന്നുണ്ട്? റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഡെവലപ്മെന്റിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ റീജിയണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസിങ് ഓൺ റീജിയണൽ പ്രോഗ്രസ് ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ എയിമിംഗ് ഫോർ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് റീജിയണലിസം എന്ന് പറയുന്നത് റീജിയണൽ പ്രോഗ്രസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒരു പ്രത്യേക റീജിയന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ടെറിട്ടറിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് റീജിയണലിസം പ്രവർത്തിക്കുന്നത്. അതേസമയം നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ മൊത്താകെയുള്ള പ്രവർത്തനത്തിന്, മൊത്താകെയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ റീജിയണൽ ഇന്റഗ്രേഷനും അല്ലെങ്കിൽ റീജിയണലിസം നാഷണൽ ഇന്റഗ്രേഷനും രണ്ടും രണ്ടാണ്. റീജിയണൽ ഇന്റഗ്രേഷൻ ഫോക്കസസ് ഓൺ ദി റീജിയൻ, അറ്റ് ദ സെയിം ടൈം നാഷണൽ ഇന്റഗ്രേഷൻ അഥവാ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഫോക്കസ് ഓൺ ദി നാഷണൽ അപ്ലിഫ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇത്രയാണ് റീജിയണലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീജിയണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് വന്നത്? നമ്മൾ കൊളീഷൻ പൊളിറ്റിക്സ് എന്തായിരുന്നു എന്ന് പറഞ്ഞല്ലേ? കൊളീഷൻ പൊളിറ്റിക്സിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പറഞ്ഞു. കൊളീഷൻ പൊളിറ്റിക്സിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ടെന്ന് പറഞ്ഞു. ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരേ സമയം വെല്ലുവിളിയും അതേസമയം ഇന്ത്യൻ ജനാധിപത്യം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കാരണമാകുന്നതും കൊളീഷൻ പൊളിറ്റിക്സ് തന്നെയാണെന്ന് പറഞ്ഞു. ദെൻ റീജിയണൽ പാർട്ടീസും റീജിയണൽ പൊളിറ്റിക്കൽ അസോസിയേഷൻസിനെ കുറിച്ചും പറഞ്ഞു. റീജിയണലിസം എന്താണെന്ന് പറഞ്ഞു. റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഡെവലപ്മെന്റ് പല കാരണങ്ങൾ കൊണ്ടാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞു. അത് പലതിനൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോയി. അപ്പോൾ ഇതാണ് കൊളീഷൻ പൊളിറ്റിക്സും റീജിയണലിസത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്